ഈശോ മിശിഹ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം എടുത്തത്, നമ്മളിലേക്ക് ഇറങ്ങി വന്നത്, ഇമ്മാനുവേലായത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം: ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യകുലത്തോടുള്ള, ദ ഹോൾ മാൻ കൈൻഡിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പി പെയ്തിറങ്ങിയതിൻ്റെ പേരാണ് ഈശോ മിശിഹ. ആ സ്നേഹം അങ്ങനെ താഴേക്ക് ഒഴുകി വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സാൽവേഷൻ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. സാൽവേഷൻ ഇസ് ദ പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ. അപ്പോൾ ഉടനെ ചോദ്യം, എന്താണ് ഈ രക്ഷയും ശിക്ഷയും? കർത്താവിനെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് രക്ഷയുടെ അനുഭവം. കർത്താവിനെ അറിഞ്ഞിട്ട് അവനെ നിഷേധിക്കുന്നതിൻ്റെ പേരാണ് ശിക്ഷ. ഈ സ്വർഗവും നരകവും ഒക്കെ ഇല്ലേ? ഓൾറെഡി വി ആർ ഇൻ ടു ഹെവൻ, ഓൾറെഡി വി ആർ ഇൻ ടു ഹെൽ. നമ്മൾ ഇവിടെ തന്നെ സ്വർഗവും നരകവും ആരംഭിച്ചു കഴിഞ്ഞു. അതായത് മരണത്തിന് ശേഷം ഒരു അപ്സൈഡ് ഡൗൺ ജീവിതം മാറാൻ പോകുന്നില്ല. ഇവിടെ ദൈവത്തെ അനുഭവിച്ചവർ ആ ദൈവാനുഭവ തുടർച്ചയിലായിരിക്കുന്നതിൻ്റെ പേരാണ് സ്വർഗം. ഇവിടെ ദൈവത്തെ നിഷേധിച്ചവർ ആ ദൈവനിഷേധത്തിൻ്റെ അനുഭവത്തിൽ തുടർന്നും ജീവിക്കുന്നതിൻ്റെ പേരാണ് നരകം. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് ഒന്ന് മനസ്സിലാക്കിക്കേ. എന്താണ് മനുഷ്യാവതാരം? ദൈവത്തിൻ്റെ സ്നേഹം, ഗാഡ്സ് ലവ്. എന്തിനാണ് മനുഷ്യാവതാരം? സാൽവേഷൻ. എന്താണ് സാൽവേഷൻ? കർത്താവ് തമ്പുരാനെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ്, കർത്താവിൻ്റെ പക്ഷത്തേക്ക് നിൽക്കുന്നതിൻ്റെ പേരാണ് സാൽവേഷൻ, നിത്യരക്ഷ. ഒരിക്കലത് അനുഭവം കിട്ടുന്നവർ ആ അനുഭവത്തിൽ തുടരുന്നു. മരണം ജസ്റ്റ് ഒരു ഡോറ് മാത്രമാണ്, ഒരു കവാടം മാത്രമാണ്. ആ കവാടം കടന്ന് അതിൻ്റെ തുടരനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.